ാണ് ഇക്കുറി മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും ആചാരങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പൂര വിളംബരമാണ് നടക്കുന്നത്. പാറമേക്കാവിൽ നിന്ന് സിബി ജോസഫ് കൂടി ചേരുകയാണ്. സിബി, പാറമേക്കാവിൽ ഇന്ന് എന്തൊക്കെ ചടങ്ങുകളുണ്ട്? ജിൽസി, ഇന്നിപ്പോൾ പാറമേക്കാവിലെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ തിളമ്പാറ്റാൻ വേണ്ടി തൃക്കടവൂർ ശിവരാജു എന്ന ആന എത്തുന്നതാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇതിവിടെ ഇന്നിപ്പോൾ മറ്റുള്ള വലിയ രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇല്ല. പക്ഷേ മറിച്ച് ഇന്നിപ്പോൾ തിളമ്പാറ്റാൻ വേണ്ടി തൃക്കടവൂർ ശിവരാജു എന്ന ആന വരുന്നു. ഈ ആനയ്ക്ക് വളരെയധികം ഫാൻസ് ഉള്ള ഒരു ആനയാണ്. പ്രത്യേകിച്ച് കൊല്ലംകാരാണ്. കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ്. 2010 ഇതിനു മുമ്പ് ഈ തൃശ്ശൂർ പൂരത്തിലെത്തി ഈ ഒരു ആന ഇത്തരത്തിൽ തിടമ്പേറ്റിയത്. അതിനുശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തൃക്കടവൂർ ശിവരാജു എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ ഏറ്റവും ലക്ഷണമൊത്ത തലയെടുപ്പുള്ള ആനയാണ് ഈ ഒരു തൃക്കടവൂർ ശിവരാജു. അതുമാത്രമല്ല, ഗജരാജ രത്നപ്പട്ടം നൽകി ദേവസ്വം ബോർഡ് ആദരിച്ച ഒരു ആന കൂടിയാണ്. അതുകൊണ്ട് ഈ തൃക്കടവൂർ ശിവരാജു എന്ന ആന എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൃക്കടവൂർ ശിവരാജു ആനയെ കാണാൻ വേണ്ടി തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഒരു 9:30 ശേഷമായിരിക്കും ഈ ആന ഇങ്ങോട്ടേക്ക് എത്തുക. ഈ ആനയെ കാണാൻ വേണ്ടി എത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ തന്നെ ഈ തൃക്കടവൂർ ശിവരാജു ആന ഇന്ന് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും ഒക്കെ കാണാൻ വേണ്ടി വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എനിക്ക് പേഴ്സണലി ഒരു കോയിൻസിഡൻസ്, 2010 ഈ ആന ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ എഴുന്നള്ളിപ്പിന് വരുന്നത് എൻ്റെ അച്ഛനിവിടെ കൺവീനറായിട്ടിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് മായമ്പുറത്ത് രാജഗോപാലനായിരുന്നു. അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആന തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഇത് തൃശ്ശൂർക്കാരൻ മാത്രം പൂരമല്ല, ലോകത്തിൻ്റെ തന്നെ ഉത്സവമാണ്, കേരളത്തിൻ്റെ തന്നെ ഉത്സവമാണ്. ഈ വർഷം വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്താണ്? ഇന്നിപ്പോൾ മെയിനായിട്ട് ചമയ പ്രദർശനം തന്നെയാണ്. പൂരത്തിൻ്റെ തലേ ദിവസം താന്ത്രികപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഉള്ളിൽ നടക്കും. ഭഗവതിയുടെ ആറാട്ട് നടക്കും, പറക്കി പോകൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ജനങ്ങൾക്കായിട്ട് ഇന്ന് പ്രദർശന രീതിയിൽ നിന്ന് നടക്കുന്നത് ചമയ പ്രദർശനം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തെക്കിൻ്റെ തേവരായിട്ടുള്ള തൃക്കടവൂർ ശിവരാജനുള്ള സ്വീകരണമാണ്. ആന വടക്കുന്നാൻ്റെ അവിടെ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. കഴിഞ്ഞ ഭക്തജനങ്ങളുടെയും ആസ്വാദകരുടെയും ആനപ്രേമികളുടെ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ ദേശക്കാരെല്ലാവരും കൂടി ഒരു സ്വീകരണം നൽകുന്നത്. 15 വർഷത്തിന് ശേഷമാണ് ഈ ആന എത്തുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ വലിയ സന്തോഷമുണ്ട്. ഉണ്ട്. അതാണ് രാവിലെ തന്നെ നമ്മളെല്ലാവരും വന്ന് നിൽക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് വരാനായിട്ട്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ്. കാരണം ഈ തൃക്കടവൂർ ശിവരാജു എന്ന ആനയുടെ ലക്ഷണമൊത്ത ആനയെ കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തുന്നത്. 2010 അവസാനമായി ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഈ ആന എത്തിയത്. 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും തൃക്കടവൂർ ശിവരാജു ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആനയെ കാണാനുള്ള വലിയ ആവേശത്തിൽ തന്നെയാണ് പൂരപ്രേമികളും ആരാധകരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം 9:00 ശേഷം ഇങ്ങോട്ടേക്ക് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിബി ജോസഫാണ് പാറമേക്കാവിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി നൽകിയത്.